ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ അഹ്സാബ്, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അഹ്സാബ് എന്നാണ് പറഞ്ഞത്. അഹ്സാബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതനാളിൽ ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ വിഷയങ്ങളും വിശേഷങ്ങളുമാണ് ചുരുങ്ങിയ നിലക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പഠിച്ചത്, പരാമർശിച്ചത്. ഗസ്വത്തുൽ അഹ്സാബ് അല്ലെങ്കിൽ ഗസ്വത്തുൽ ഖന്ദഖ് എന്ന പേരിലാണ് പ്രസ്തുത യുദ്ധം അറിയപ്പെടുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരീക്ഷണ ഘട്ടമായിരുന്നു ഈ അഹ്സാബ് യുദ്ധം. നമ്മൾ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. ഏതായാലും ഈ സൂറത്തുൽ അഹ്സാബ് എവിടെ ഇറങ്ങിയത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് കാലഘട്ടത്തിലാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തായിരിക്കുമ്പോഴാണോ മദീനയിലായിരിക്കുമ്പോഴാണോ? മദീനയിൽ. നമ്മൾ അഹ്സാബ് യുദ്ധം നടന്ന വർഷത്തെക്കുറിച്ച് പറഞ്ഞു. ഒന്നുകിൽ ഹിജ്റാബ്ദം 4 അല്ലെങ്കിൽ ഹിജ്റാബ്ദം 5. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വന്നതെന്നുള്ളതൊക്കെ പറഞ്ഞല്ലേ. ഹിജ്റയുടെ 5 ഈ സൂറത്ത് അഹ്സാബ് അവതീർണമായി. ഇത് മദനീയത്താണ്. മദനീയത്ത് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കാലഘട്ടത്തിൽ അവതീർണമായിട്ടുള്ള സൂറത്താണ്. വിശുദ്ധ ഖുർആൻ അവതീർണത എടുത്താൽ ഇത് 90ാമത് അവതരിപ്പിച്ച സൂറത്താണ്. ഒന്നുകിൽ സൂറത്ത് ആല ഇമ്രാനിന് ശേഷം അല്ലെങ്കിൽ സൂറത്തുൽ അംഫാലിനും മാഇദക്കും ഇടയിൽ ഈ സൂറത്ത് ഇറങ്ങിയെന്നാണ്. വിശുദ്ധ ഖുർആൻ്റെ ഈ അവതീർണത നോക്കിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ സൂറകൾക്കൊരു ഒരു ക്രമമാണ്. ആ ക്രമത്തിൽ ഇത് 90ാമത് ഇറങ്ങിയ സൂറത്താണ്. ഒന്നുകിൽ സൂറത്ത് ആല ഇമ്രാനിന് ശേഷം അല്ലെങ്കിൽ അംഫാലിന് ശേഷം, സൂറത്തുൽ അംഫാലിന് ശേഷം. മുസ്ഹഫിൽ ഇതിൻ്റെ ക്രമത്തെ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള മുസ്ഹഫിൽ 33 മുസ്ഹഫിലെ ക്രമം എന്ന് വേറെയാണ്, പിന്നെ ഇറങ്ങിയ ക്രമം എന്ന് വേറെയാണ്. ഖുർആൻ സൂറകൾ 114 സൂറത്തുകളല്ലേ, അതിൽ 90ാമത് ഇറങ്ങിയ സൂറത്താണ് അഹ്സാബ്. അഹ്സാബിൽ 280 കലിമത്തുകളാണ്, 5700 ഹർഫുകളാണ്. 5700 ഹർഫുകൾ. അത് നമ്മളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം. 5700 ഹർഫുകൾ. നമ്മൾ സുഹൃത്ത് അഹ്സാബ് ഓതുമ്പോൾ 5700 ഹർഫുകളാണ് ഓതുന്നത്. ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ അത് 10 ഹസനത്താണ്. ഹർഫ് ഓതിനെങ്കിൽ അതൊരു ഹസനത്താണ്. ഒരു ഹസനത്ത് ബി അശ്രി അംസാലിഹ, 10 ഇരട്ടി പ്രതിഫലമാണ്, അതിന് പുണ്യമാണ്. അപ്പോൾ നമ്മൾ 5700 ഹർഫുകൾ ഓതുമ്പോൾ സൂറത്തുൽ അഹ്സാബ് ഓതി തീർക്കും നമുക്ക് ലഭിക്കുന്ന പുണ്യം അത് നമുക്ക് മനസ്സിലാക്കാനാണ് ഞാനത് ആ എണ്ണ എഴുതിയത്. എല്ലാ സൂറത്തിലും നമ്മളങ്ങനെ ഉണർത്തുന്നത് അതുകൊണ്ടാണ്, അതിനു വേണ്ടിയാണ്. ഇതിൽ ആയത്തുകൾ എത്രയാണ്? സൂറത്ത് അഹ്സാബിലെ ആയത്തുകൾ 73 ആയത്താണ്. സൂറത്ത് അഹ്സാബിൽ 73 ആയത്താണ്. അവിടെയാണ് നമുക്കൊരു മസാല സൂറയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. സിർ ബിൻ ഹുബൈഷ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ, അദ്ദേഹത്തോട് സഹാബി ഉബയ്യ് ബിൻ കഅബ് ചോദിക്കുന്നുണ്ട്, സൂറത്തുൽ അഹ്സാബിൽ നിങ്ങൾ എത്ര ആയത്താണ് ഇപ്പോൾ എണ്ണണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എത്ര ആയത്താണ് സൂറത്ത് അഹ്സാബിൽ? പറയുന്നുണ്ട് 73 ആയത്ത്. താബിഈയാണ് പറയുന്നത് 73 ആയത്ത്. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞങ്ങൾ സൂറത്തുൽ അഹ്സാബ് സൂറത്തുൽ ബഖറയുടെ മേനിയിലായിരുന്നു കണ്ടിരുന്നത്, എണ്ണിയിരുന്നത്. ഇമാം ഹാക്കിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സൂറത്തുൽ ബഖറയുടെ മേനിയിൽ, വലിപ്പത്തിൽ സൂറത്തുൽ അഹ്സാബ്. പിന്നീടത് നസ്ഖിന് വിധേയമായതിന് ശേഷമാണ് ഇതിൻ്റെ ആയത്തുകൾ പിന്നെ ഇത്രയായതെന്നാണ്. സൂറത്തുൽ ബഖറ എത്ര ആയത്ത്? 286 ആയത്താണ്. അതിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ. ഇതിൽ അത്ര വലിപ്പത്തിലായിരുന്നു ഈ സൂറത്ത്. പക്ഷേ സൂറത്ത് ഇറങ്ങുന്ന കാലത്ത് നിസ്ലാസമതങ്ങളുടെ വിയോഗത്തിന് മുമ്പ് എന്തുണ്ട്? നസ്ഖ് ഉണ്ട്. എന്താ നസ്ഖ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നസ്ഖ്? നമ്മൾ പിന്നെ നസ്ഖ് ലസ്ഖ് എന്ന് പറയും. നസ്ഖ് കോപ്പി, ലസ്ഖ് പറഞ്ഞാൽ പേസ്റ്റ്, കോപ്പി പേസ്റ്റ്, അതല്ല. ഇത് നസ്ഖ് പറഞ്ഞാൽ
ആ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ചില ആയത്തുകളെ എന്ത് ചെയ്യും, പിന്നീട് ഇറങ്ങുന്ന ചില ആയത്തുകൾ കൊണ്ട് എന്ത് ചെയ്യും, ദുർബലപ്പെടുത്തും, നസ്ഖ് ചെയ്യും. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ എന്ന് പറഞ്ഞേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്ഖ് ചെയ്യും, അല്ലെങ്കിൽ നിസ്യാനിന് വിധേയമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസികൾ മറവി കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, ചില പിന്നെ വചനങ്ങളെ വിസ്മൃതമാക്കും. അല്ലെങ്കിൽ ചില ആയത്തുകൾ എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്ഖിന് വിധേയമാക്കും. നസ്ഖ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ഇല്ലാത്താക്കും. പിന്നീട് ഇറങ്ങുന്ന ചില ആയത്തുകളെ കൊണ്ട്, ചില പ്രത്യേക കാരണങ്ങളാൽ ചില ആയത്തുകൾ ഇറക്കേണ്ടി വരും, ചില പ്രത്യേക കാരണങ്ങൾ. പക്ഷേ ആ കാരണം മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ആയത്തുകൾക്ക് എന്തില്ല, പ്രസക്തി ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ആ ആയത്തുകളെ നസ്ഖിന് വിധേയമാക്കും, അല്ലെങ്കിൽ നിസ്യാനിന് വിധേയമാക്കും. കാരണം അള്ളാഹു ഖുർആൻ ഇറക്കുന്ന കാലമാണ്, സഹസ്രമതങ്ങൾ ഇവിടെ ജീവിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല വചനങ്ങളെയും മാറ്റി വേറെ വചനങ്ങൾ ഇറക്കുക എന്നുള്ളത് അക്കാലത്തുണ്ട്. അതുകൊണ്ടാണ് അഹ്സാബ് 73 ആയത്തിൽ പരിമിതപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നസ്ഖിന് വിധേയമാക്കിയതിനാൽ ആദ്യം ഇറങ്ങിയ വചനങ്ങൾ എന്ത് ചെയ്യുക, നസ്ഖ് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് പുതിയ വചനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കും. ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന കാലമാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിലുള്ള കാലമാണ്, ഖുർആൻ അവതരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സൂറത്ത് നസ്ഖിന് വിധേയമായിട്ടുള്ളൊരു സൂറത്താണ് നമ്മുടെ ഈ സൂറത്ത്. ചിലർ ഉബൈ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ നിരൂപിച്ചിട്ടുണ്ട്, അത് പിന്നെ സ്ഥിരപ്പെട്ടതല്ല എന്ന് വിധിച്ചിട്ടുണ്ട്. പക്ഷേ പല തഫ്സീറുകളും ഇത് നൽകിയിട്ടുണ്ട്, അതിൽ പ്രശ്നമൊന്നുമില്ല. ചിലർ സൂറത്തുൽ ബഖറയോളം ഉള്ള സൂറത്തിനെ പിന്നെ 73 ആയത്തുകളായിട്ട് പരിമിതപ്പെടുത്തി അറിയുമ്പോൾ അതിലൊരു ആശ്ചര്യം കാണും. അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. കാരണം എന്താ, അള്ളാഹുവാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്തോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുകയും അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്തോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അള്ളാഹു നിയാമകനാണ്, അള്ളാഹുവാണ് അവതരിപ്പിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് എന്തും ആവാം, ചെയ്യാം. പിന്നെ അതിൽ ചില ആയത്തുകൾ, ഇപ്പോൾ അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ സനയാ ഫർജുമൂഹുമാ അൽബത്ത എന്ന് പറഞ്ഞ ആയത്ത് സഹാബികൾ ഓതാറുണ്ട്. ഇതിലൊരായത്ത്. കാരണം എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിനെ ദുർബലപ്പെടുത്തിയിട്ട് ഹുക്മ് നിലനിർത്തിയതാണ്, വിധി നിലനിർത്തിയ ആയത്താണത്. വൃദ്ധനായ പുരുഷനും വൃദ്ധനായ സ്ത്രീയും വ്യഭിചരിച്ചാൽ, അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, ഫർജുമുഹുമാ അൽബത്ത, അവരെ നിങ്ങൾ എറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അതാണ് ആയത്തിൻ്റെ വിഷയം. ഈ ആയത്തിന് ഞങ്ങൾ അഹ്സാബിൽ ഓതിയിരുന്നു. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, അതിൻ്റെ ഹുക്മ് നിലനിർത്തി, അതിൻ്റെ എന്ത് ചെയ്തു, വചനങ്ങളെ നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി. മനസ്സിലായോ? അത് സഹാബികൾ പറയാറുണ്ട് ഈ ആയത്ത്. കാരണം വെച്ചാൽ പിന്നെ ഈ റജിമ് ഉണ്ടല്ലോ, റജിമ് ശിക്ഷ, അതെവിടല്ല, അതിനെ പുരസ്കരിക്കുന്നൊരു വചനം ഇവിടെയല്ല, വിശുദ്ധ ഖുർആനിലില്ല, അത് ഹദീസിലാണുള്ളത്. വ്യഭിചരിച്ച ആണും പെണ്ണും വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ശിക്ഷ, അതിൻ്റെ ടെക്സ്റ്റ് നെസ് എവിടെയല്ല, ഖുർആനിലില്ല. അതെവിടെയുള്ളത്, ഹദീസിലാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, വിശുദ്ധ ഖുർആനിലുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ പദങ്ങൾ എന്ത് ചെയ്തു, നസ്ഖ് ചെയ്തു. എന്നിട്ട് ഹുക്മിനെ എന്ത് ചെയ്തു, വിധിയെ നിലനിർത്തി. നസ്ഖിൻ്റെ ഇനങ്ങൾ പഠിക്കുമ്പോൾ വരുന്നതാണ് അതൊക്കെ. പദങ്ങളെ ഉയർത്തി വിധി നിലനിർത്തി. അതുകൊണ്ട് തന്നെ പിന്നെ ഖുർആനിൽ റജിമുണ്ടോ എന്ന് ചോദ്യം, ഖുർആനിൽ റജിമുണ്ടോ അല്ലെങ്കിൽ റജിമ് ശിക്ഷ ഇസ്ലാമിലുണ്ടോ എന്നുള്ള ചർച്ച വന്നപ്പോൾ റജിമ് ശിക്ഷ ഇസ്ലാമിലുണ്ട്, ആ വിഷയത്തിൽ ഞങ്ങൾ ആയത്ത് ഓതിയിരുന്നു. പക്ഷേ ആയത്തിനെ അള്ളാഹു നസ്ഖ് ചെയ്തു, വിധി അള്ളാഹു നിലനിർത്തിയെന്ന് സഹാബികൾ പറയാറുണ്ട്. മനസ്സിലായോ? ഉസൂൽ ഫിഖ്ഹാണ്, കുറച്ച് ടൈറ്റുള്ള വിഷയമാണ്. എന്തായാലും ഈ സൂറത്ത് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നസ്ഖിന് വിധേയമായ ഒരു സൂറത്താണ് ഇത്, സൂറത്തുൽ അഹ്സാബ്. കുറേ ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സൂറത്തുകളെ പോലെയല്ല സൂറത്തുൽ അഹ്സാബ്. സൂറത്തുൽ അഹ്സാബിൽ പല പല വിഷയങ്ങളാണ്, പല വിഷയങ്ങളും പല കൗതുകമുള്ള വിഷയങ്ങളാണ്. പിന്നെ ഇതിൽ യുദ്ധം പ്രതിപാദ്യമാണ്. അതേപോലെ തന്നെ തുടക്കം ഇതുമായി ബന്ധപ്പെട്ടാണ്, ദത്തുപുത്ര സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയമാണ്. ഇതിൽ സ്വല്ലല്ലാഹു തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്, സെയ്ദ് സൈനബ് ദമ്പതികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്, അടിമകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്, ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങൾ
പിന്നെ കർമ്മശാസ്ത്രപരമായി, സ്വഭാവ സംബന്ധിയായി, വിശ്വാസപരമായി, ഈ രാഷ്ട്രീയമായി ഒക്കെ ബന്ധപ്പെട്ടുള്ളതായ പിന്നെ കുറേ വിഷയങ്ങളിലൊരു സൂറത്താണ് ഈ സൂറത്തുൽ അഹ്സാബ്. നമുക്ക് സൂറത്തിലേക്ക് വരാം. സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് അതിൻ്റെ തുടക്കം എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ഇതിൻ്റെ അർത്ഥം? പരമകാരുണികനും അർ-റഹ്മാൻ അല്ലേ. പിന്നെ അർ-റഹീം കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നാണ്. ഇവിടെ അർ-റഹ്മാൻ എന്നുള്ള പേര് നമ്മളതിന് പരമകാരുണിക എന്ന് പറയും. അർ-റഹീം എന്നുള്ളതിന് കരുണാവാരിധി എന്ന് പറയും. എന്താ കരുണാവാരിധി എന്ന്? നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ. അങ്ങനെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിൻ്റെ വാസിയാത്തായ റഹ്മത്തിനെ അറിയിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ വാസിയാത്തായ വിപുലമായ റഹ്മത്തിനെ അറിയിക്കുന്ന പേരാണ് അർ-റഹ്മാൻ. അർ-റഹീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാസിലത്തായ റഹ്മത്തിനാണ് അറിയിക്കുന്നത്, എത്തിക്കുന്ന നൽകുന്ന റഹ്മത്ത്. ഇത് വാസിയാത്തായ റഹ്മത്ത്. അള്ളാഹു റഹ്മത്ത് വിപുലമായവനാണ്, വിശാലമായവനാണ്. അള്ളാഹു കരുണാമയനാണ്. ഒപ്പം അള്ളാഹു എന്താണ്? റഹീമാണ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് വാസിലത്താണ്. അള്ളാഹു കരുണ നിറഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം അള്ളാഹുവിൽ പരിമിതപ്പെടുന്നില്ല. പിന്നെ എന്ത് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒക്കെ നൽകുന്നുണ്ട്. വിശ്വാസികൾക്ക് പ്രത്യേകം കാരുണ്യം, ഈ വിശ്വസിച്ചിട്ടില്ലാത്തവർക്കും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം. അതാണ് അള്ളാഹു കരുണ കനിയുന്നവൻ. അപ്പോൾ കരുണാമയനും അല്ലെങ്കിൽ കരുണ നിറഞ്ഞവനും കരുണ കനിയുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ്. നാമത്തിൽ എന്ന് പറട്ടെ എന്താ ഇവിടെ നാമത്തിൻ്റെ സഹായത്തിൽ അല്ലെങ്കിൽ നാമത്തിൻ്റെ അനുഗ്രഹത്തിൽ പാരായണം തുടങ്ങുന്നു, പഠനം തുടങ്ങുന്നു എന്നാണ്. എപ്പോഴും ബിസ്മിയിൽ പിന്നുണ്ടല്ലോ നാമത്തിൻ്റെ അനുഗ്രഹത്തിൽ. അതാണ് നാമം എന്താ? തബാറക ഇസ്മു റബ്ബിക. റബ്ബിൻ്റെ നാമം അനുഗ്രഹപൂർണ്ണമാണ്. അതുകൊണ്ട് ആ നാമത്തിൻ്റെ ബർക്കത്തിൽ എന്താണോ തുടങ്ങുന്നത് അതാണ്. ബിസ്മില്ലയിൽ എന്താ തുടങ്ങുക? നമ്മൾ ബിസ്മില്ലയിൽ ഓത്ത് തുടങ്ങൂല്ലേ? ബിസ്മില്ലയിൽ പഠനം തുടങ്ങും, ബിസ്മില്ലയിൽ ഭക്ഷണം കഴിക്കും, ബിസ്മില്ലയിൽ വെള്ളം കുടിക്കും അല്ലേ? ബിസ്മില്ലയിൽ കിടന്നുറങ്ങും. ബിസ്മില്ല വളഅതു ജംബി അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വഅഖ്സി ശൈത്താനി വഫുക റിഹാനി വജഅൽനി ഫിന്നദിയിൽ അല. അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വളഅതു ജംബി അബിക അർഫഉ. ഇങ്ങനെ പള്ളി കയറുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പിന്നെ ബാത്റൂമിൽ കയറുമ്പോൾ ബിസ്മില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. വുളു ചെയ്യുമ്പോൾ ബിസ്മില്ല, വണ്ടി കയറുമ്പോൾ ബിസ്മില്ല. അങ്ങനെ എന്താണോ ബിസ്മില്ല കൊണ്ട് തുടങ്ങുന്നത് അതാണ് ഇവിടെ ഉദ്ദേശം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറത്ത് തുടങ്ങുന്നത് യാ അയ്യുഹൻ നബിയ്യു തഖില്ല എന്ന് പറഞ്ഞാണ്. യാ അയ്യുഹൻ നബിയ്യു തഖില്ല. ഈ യാ അയ്യുഹ എന്താണിത്? യാ അയ്യുഹ എന്നുള്ളത് ഇതിനെന്താ പറയുക? നിദ ആണ്. നിദ നിദ എന്ന് പറഞ്ഞാൽ എന്താ? വിളി. യാ അയ്യുഹ എന്നുള്ളത് വിളിയാണ്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. യാ അയ്യുഹ അല്ലേ? ചിലത് യാ അയ്യുഹന്നാസ് എന്നാണ്, ചിലത് യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്, ചിലത് യാ അയ്യുഹൻ നബി എന്നാണ്, ചിലത് യാ അയ്യുഹൽ മുസമ്മിൽ എന്നാണ്, ചിലത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നാണ് അല്ലേ? യാ അയ്യുഹ കൊണ്ട് ഉണ്ടല്ലോ ഈ നിദ എന്നതിന് പറയാം, വിളി. യാ അയ്യുഹ എന്നുള്ള തുടക്കത്തിൽ 10 സൂറത്തുകളാണുള്ളത് വിശുദ്ധ ഖുർആനിൽ. ആ 10 സൂറത്തുകളിൽ 5 സൂറത്തും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാണ്. എത്ര സൂറത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ? 114. ഈ 114 സൂറത്തുകളിൽ 10 സൂറത്തുകൾ ഈ വിളി കൊണ്ടാണ്, യാ അയ്യുഹ എന്ന വിളി കൊണ്ടാണ്. അതിൽ 5 എണ്ണം ഇപ്പോൾ ഏതൊക്കെ? സൂറത്തു നിസ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. പിന്നെ സൂറത്തുൽ മാഇദ യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്. പിന്നെ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅത്തി ശൈഉൻ. സൂറത്തുൽ ഹജ്ജ്. പിന്നെ സൂറത്തുൽ അഹ്സാബ് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അല്ലേ? പിന്നെ സൂറത്തു തലാഖ് യാ അയ്യുഹൻ നബിയ്യു ഇദാ തല്ലഖ്തുമുൻ നിസാ. അതേപോലെ സൂറത്തുൽ തഹ്രീം യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹ്. പിന്നെ സൂറത്തു മുദ്ദസ്സിർ നമ്മൾ പറഞ്ഞു, മുസമ്മിൽ പറഞ്ഞത്. പിന്നെ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവ്വി വഅദുവ്വക്കും. ഏതാ? സൂറത്തുൽ മുംതഹിന
പിന്നെ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഏതാ? സൂറത്തുൽ ഹുജറാത്ത്. ഈ 10 സൂറത്തുകളാണ് ഇങ്ങനെ നിദായിൽ തുടങ്ങുന്നത്. 10 നോക്കിയ 5 മുസ്സമ്മിൽ, മുദ്ദസ്സിർ, തഹ്രീം, തലാഖ്, പിന്നെ അഹ്സാബ്. ഈ 5 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്? ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അഹ്മദ് അല്ലേ, പിന്നെ മുസമ്മിൽ പേരല്ല, അത് പറയാനാണ്. പിന്നെ അൽ മാഹി, പിന്നെ അൽ ഹാഷിർ, പിന്നെ അൽ ആഖിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലീ ഖംസത്തു അസ്മ, എനിക്ക് 5 പേരുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 പേരുകൾ. എന്നിട്ട് പറഞ്ഞു മുഹമ്മദ്, അഹ്മദ്, അൽ മാഹി, അൽ ഹാഷിർ, അൽ ആഖിബ്. ഈ 5 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിൽ മുഹമ്മദും അഹ്മദും അറിയപ്പെട്ടതാണ്. അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമുള്ള പേരാണ് മുഹമ്മദും അഹ്മദും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടാതെ 3 മുഹമ്മദുമാർ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന ആ കാലത്തിന് മുമ്പുണ്ടല്ലോ, ഈ പേര് അറബികളിൽ ഇല്ല, മുഹമ്മദ് എന്ന പേരുള്ള ആളില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ 3 മുഹമ്മദ്മാർ അറിയപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? മക്കത്ത് നിന്ന് ഖുറൈശികൾ കച്ചവടത്തിന് പോകുമ്പോൾ, ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ ഷാമിൽ നിന്ന് പുരോഹിതന്മാർ ചോദിക്കും, മുഹമ്മദ് നിയുക്തമായോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പിന്നെ നക്ഷത്രം ഉദിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ആ അറബികൾ ചോദിക്കും, എന്താണ് അതിൻ്റെ കാര്യം, നിങ്ങളെന്തിനാണ് ചോദിക്കുന്നത്? അപ്പോൾ ഒരു നബി നിയുക്തമാകാൻ കാലമെടുത്തു, മക്കയിൽ നിന്നാണ് നിയുക്താകുക, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ആയിരിക്കും എന്നാര് പറയും? പുരോഹിതന്മാർ ഷാമിൽ വെച്ച് ഇവരോട് പറയും, ഈ കച്ചവടക്കാർ. അപ്പോൾ അതിൽ പ്രതീക്ഷ പുലർത്തിയിട്ടാണ് ചിലരെന്ത് ചെയ്ത് ഈ പേരിട്ടത്, മുഹമ്മദ് എന്ന് പേരിട്ടത്. ഞങ്ങളാളാകട്ടെ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും, ഏതായാലും ആ രീതിയിൽ. ആ ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്നതിന് മുമ്പ് ഈ പേര് അറബികളില്ല, മുഹമ്മദ് എന്ന പേര് ഇല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം പ്രത്യേകമാക്കി വെച്ച ഒരു പേരാണ്. ഫദുൽ അർശി മഹ്മൂദുൻ വഹാദ മുഹമ്മദു എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരുകളുണ്ട്. ഇതിൽ മാഹി എന്ന് പറഞ്ഞെങ്കിൽ യംഹുല്ലാഹു ബിൽ കുഫർ, കുഫറിനെ മായിക്കുന്നവൻ. അൽ ഹാഷിർ എന്ന് പറഞ്ഞാൽ യുഹ്ശറുന്നാസു അലാ ഖദമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലാണ് ആളുകൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, ഒരുമിച്ച് കൂട്ടപ്പെടുക വിചാരണയ്ക്ക്. അൽ ആഖിബ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ നബിയ്യ ബഅദി, എൻ്റെ കാലശേഷം ഇനി ഒരു നബി ഇല്ല, അന്ത്യപ്രവാചകൻ എന്ന അർത്ഥത്തിൽ. ഇങ്ങനെ 5 പേരുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിളിപ്പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിളിപ്പേരുണ്ട്. അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാസിം എന്ന കുട്ടി ഉണ്ടായപ്പോൾ അബുൽ ഖാസിം എന്ന വിളിപ്പേര് വന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹമ്മദ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അങ്ങനെ പ്രസ്താവന വന്നിട്ടുണ്ട്. എത്ര സ്ഥലത്ത് വന്നു മുഹമ്മദ് എന്ന് വിശുദ്ധ ഖുർആനിൽ? എത്ര സ്ഥലത്താണ്? 4 സ്ഥലത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലി റസൂൽ, ഇങ്ങനെ തുടങ്ങി 4 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അഹമ്മദ് എന്ന് ഒരു സ്ഥലത്ത്. എവിടെ വന്ന്? സഫിൽ ഇസ്മുഹു അഹ്മദ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 13 സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യാ അയ്യുഹൻ നബി എന്ന് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൻ നബി 13 സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ 3 സ്ഥലം എവിടെയാണ്? 3 സൂറത്തുകളുടെ തുടക്കത്തിലാണ്. അഹ്സാബ്, തഹ്രീം, തലാഖ്, ഈ 3 സൂറത്തുകളുടെ തുടക്കത്തിൽ. പിന്നെ വേറെ 13 സ്ഥലം പിന്നെ യാ അയ്യുഹൻ നബി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ടുണ്ട്. അതിൽ 5 സ്ഥലം ഈ സൂറത്തിലാണ്. യാ അയ്യുഹൻ നബി എന്ന് മൊത്തത്തിൽ വിശുദ്ധ ഖുർആനിൽ 13 തവണ വിളിച്ചപ്പോൾ 5 തവണയും വിളിച്ചത് എവിടെയാണ്? സൂറത്ത് അഹ്സാബിലാണ്. ഒന്ന് ഈ തുടക്കം യാ അയ്യുഹൻ നബിയു തഖില്ല. പിന്നെ യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആയത്ത്. പിന്നെ ഒന്ന് യാ അയ്യുഹൻ നബിയു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുൻ എന്ന് പറയുന്ന ആയത്ത്. പിന്നെ യാ അയ്യുഹൻ നബിയു
ഖുല്ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിന ഹയാത്ത ദുന്യ വസീനതഹ ഫതഅലൈന ഉമ്മത്തിയുകുന്ന മതാൻ ഹസന എന്ന് പറഞ്ഞിട്ടുള്ള മതാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലുള്ള ആയത്ത്. പിന്നെ മറ്റൊരായത്ത് യാ അയ്യുഹൻ നബിയ്യു ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനാത്ത് വനിസാഉൽ ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള ആയത്ത്. അതെല്ലാം അഹ്സാബിൽ ആ വിളി അയ്യുഹൻ നബി എന്നുള്ള 5 തവണ വന്നു. ബാക്കി 8 തവണ മറ്റ് സൂറത്തുകളിൽ വന്നിട്ടുണ്ട്. ഞാനത് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, യാ മുഹമ്മദ് അല്ലെങ്കിൽ യാ അയ്യുഹൽ അങ്ങനെ വിളിച്ചിട്ടില്ല. വിശ്വാസ മതങ്ങളെ വിളിച്ചത് യാ അയ്യുഹൻ നബി എന്നാണ്. 2 തവണ യാ അയ്യുഹർ റസൂൽ എന്ന് വിളിച്ചു. യാ അയ്യുഹ അർ റസൂൽ. ആ 2 തവണയും സൂറത്ത് മാഇദയിൽ യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് ഫഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതക എന്നായത്. അതേപോലെ തന്നെ യാ അയ്യുഹർ റസൂൽ ലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫർ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്. അത് 2 മാഇദയിലാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് യാ അയ്യുഹൽ മുസമ്മിൽ എന്നാണ്. പിന്നെ ഒന്ന് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നാണ്. എന്താ മുസമ്മിൽ മുദ്ദസ്സിർ അർത്ഥാക്കുന്നത്? മുസമ്മിൽ ജമ്മിലൂനി എന്ന് പറഞ്ഞില്ലേ, പുതപ്പ് മൂടാൻ പറഞ്ഞില്ലേ, പുതപ്പ് മൂടിക്കിടക്കുന്നവൻ, അതാണ് മുസമ്മിൽ. മുദ്ദസ്സിർ എന്ന് പറഞ്ഞാലും അതാണ്. ദിസാർ ദിസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രമാണ്. വസ്ത്രം മൂടിക്കിടക്കുന്നവൻ, പൊതിഞ്ഞു കിടക്കുന്നവൻ. ഇത് രണ്ടും ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് നുബുവത്തുമായി ബന്ധപ്പെട്ടാണ് യാ അയ്യുഹൻ നബി. ഇത് റിസാലത്തുമായി ബന്ധപ്പെട്ടാണ് യാ അയ്യുഹർ റസൂൽ. ഇത് മുസമ്മിൽ മുദ്ദസ്സിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹാലാണ്, അവസ്ഥയാണ്, വിശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചപ്പോൾ, അഭിസംബോധന ചെയ്ത് വിളിച്ചപ്പോൾ 17 തവണ വിശുദ്ധ ഖുർആനിൽ വിളി വന്നു. ആ 17 തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സ്ഥാനം, പദവി, അവിടുത്തെ ദൗത്യം അതിനെ സൂചിപ്പിച്ചുള്ള വിളിയാണ്. അതേസമയം നമ്മൾ മറ്റ് നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് എങ്ങനെ വായിക്കുന്നത്? ആദം നബിയെ വിളിച്ചിട്ടുണ്ട്. അല്ലാഹു എന്താ വിളിച്ചത്? യാ ആദം ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന. യാ ആദം, ആദമേ അല്ലേ. നൂഹ് നബിനെ യാ നൂഹ് എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ. ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം യാ നൂഹ് അല്ലേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമേ യാ ഇബ്രാഹിം അൻ ഖദ് സദ്ദഖ്ത റുയ, ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമേ യാ മൂസ ഇന്നി ഇസ്തഫൈതുക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമേ യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസ് എന്ന് പറഞ്ഞില്ലേ. ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ ഇബ്രാഹിം, മൂസ, ഈസ, അതേപോലെ തന്നെ നൂഹ്, അവരെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? പേരെടുത്ത് വിളിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. പിന്നെ യാ സക്കരിയ, യാ യഹ്യ, യാ ദാവൂദ് ഇന്നാ ജഅൽനാക, ഇങ്ങനെ നബിമാരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിളിച്ചിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസിൽപ്പെട്ടതാണ്. ഇമാം ഖാദി ഇയാദ് അദ്ദേഹത്തിൻ്റെ അശിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥം, അതിൽ അതേപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ദലായിലുൻ നുബുവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസ്, പ്രത്യേകതകൾ എണ്ണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ച ഫضൽ, ഔദാര്യം, അള്ളാഹുവിൽ നിന്നുള്ള ബിർറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആദരവ്, അതിൽപ്പെട്ടതാണ്. ഒരിക്കലും വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിളിച്ചില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ വിശേഷണങ്ങൾ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യങ്ങൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ആദരവിൻ്റെ പ്രയോഗങ്ങൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് എന്ന്. അതൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഈ ഒരു യാ അയ്യുഹൻ നബി എന്നുള്ള ഒരു വിളിയെ നമ്മൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിളി ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വിളിച്ചിട്ട്, പേരുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, വിളിപ്പേരുണ്ട് അബുൽ ഖാസിം, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലും വിളിക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇതിൽ താഹ, പിന്നെ യാസീൻ. താഹയും യാസീനും ധാര വിളിക്കണ ചിലർ പറഞ്ഞ താഹ എന്നല്ല, ശാസ്ത്രമതങ്ങളെ വിളിച്ചുകൊണ്ട് താഹ
മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ, നിസ്ലാസൽമാ തങ്ങളെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, യാസീൻ എന്നുള്ള നിസ്ലാസൽമാ തങ്ങളുടെ പേരാണ്. നിസ്ലാസൽമാ തങ്ങളെയാണ് ഇവിടെ വിളിക്കുന്നത് എന്ന് ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും താഹയും യാസീനും നിസ്ലാസൽമാ തങ്ങളുടെ പേരായിട്ട് എന്ത് ചെയ്തില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. ഒന്ന് നിസ്ലാസൽമാ തങ്ങൾ അത് പറഞ്ഞിട്ടില്ല, പിന്നെ ഇത് നിസ്ലാസൽമാ തങ്ങളുടെ പേരായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ ശരിയായ അഭിപ്രായം. പലരും അത് സുഹൈലിയെപ്പോലുള്ള ചരിത്രകാരന്മാർ അതിങ്ങനെ ഒരു തീർത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിസ്ലാസൽമാ തങ്ങളുടെ പേരല്ല താഹയും യാസീനും എന്ന്. ഇത് പേരാണെന്ന് പറയുന്നവർ ഇദ്ദേഹത്തിൻ്റെ ഈ വിളിയിൽ ഇങ്ങനെ താഹയും യാസീനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് പേരല്ല എന്നുള്ളതാണ് ശരി. പ്രത്യേകിച്ച് ഈ മുസമ്മിലും മുദ്ദസിറും. എന്താണ് യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ എന്ന് വിളിച്ചത്? ഈ രണ്ട് വിളി നടത്തിയിട്ട് എന്താ കൽപ്പനയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. ഉണ്ടല്ലേ? അപ്പോൾ ഇത് എന്താണ്? ഇത് അറബിയിൽ പറയും ഇത് മുആതബത്തിനല്ല മുലാത്തഫക്കാണ്. മുലാത്തഫ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെന്താ ഈ ആർദ്രമായ കനിവാർന്ന പ്രയോഗം, സ്നേഹപ്രകടനം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ അബാ തുറാബ് എന്ന് വിളിച്ചില്ലേ? എന്താ അബാ തുറാബ്? അബാ തുറാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അലിയാർ മണ്ണ് കടന്നപ്പോൾ വിളിച്ചതാണ്. അത് ഓമനിച്ച് വിളിച്ചതാണ്. മുലാത്തഫ അതാണ് ഓമനിച്ച് വിളിക്കുക. അതൊരിക്കലും എന്തല്ല മുആതബല്ല. മുആതബ പറഞ്ഞാൽ കുറ്റപ്പെടുത്തലല്ല. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ റസൂൽ 2 തവണ വിളിക്കേണ്ടി ആ അബാ തുറാബ്. ഒന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ഭാര്യനോട് തെറ്റി പിണങ്ങി പോയിട്ട് മണ്ണ് പോയി കിടന്നതാണ്. വീട്ടിൽ ഫാത്തിമ റളിയല്ലാഹു തആലയോട് പിണങ്ങി. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ പോയിട്ട് മണ്ണിൽ കിടന്ന്. അപ്പോൾ നിസാസൽമാ തങ്ങൾ വന്നിട്ട് ഫാത്തിമയോട് അലിയാരെ ചോദിച്ചപ്പോൾ നിസാസൽമാ തങ്ങൾക്ക് മനസ്സിലായി പ്രശ്നം ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ തെരഞ്ഞു നോക്കുമ്പോൾ അലിയാർ മണ്ണിൽ പോയിട്ട് കിടക്കുകയാണ്. അപ്പോൾ യാ അബാ തുറാബ്, യാ അബാ തുറാബ് എന്നാണ് വിളിച്ചത്. എന്തിനാണ് വിളിച്ചത്? ഇതിനാണ് ഓമനത്വത്തിൽ വിളിക്കുകയാണ്. അവിടെ ചില നടന്മാരെ കാണിക്കുന്ന മാതിരി ജോളോട് തെറ്റിയിട്ട് ഇവിടെ മണ്ണ് പോയിട്ട് ഒന്ന് കിടക്കുകയാണ് എന്ന് വെച്ചിട്ട് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മുആതബല്ല, പിന്നെ മുലാത്തഫയാണ്. അതേപോലെ ഉഷൈറ, ഗസ്വത്തുൽ ഉഷൈറ എന്ന് പറയുന്ന യുദ്ധം, അത് ബദർ യുദ്ധത്തിന് തൊട്ട് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന് മുമ്പ് ഉഷൈറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സൈന്യമായിട്ട് പോകുന്നുണ്ട്. അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം ഉണ്ടല്ലോ, അത് മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് അവരെ തടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. എന്തായാലും ആ ഉഷൈറ സംഭവത്തിൽ ഇന്നും പ്രസിദ്ധമാണ് ഉഷൈറ. കുറേ സംഭവങ്ങളും ചരിത്രങ്ങളുള്ളൊരു സ്ഥലമാണ് ഉഷൈറ. അത് ചെങ്കടലിൻ്റെ ഭാഗത്ത് യംബൂവിനോടടുത്താണ് ആ സ്ഥലം. ഏതായാലും അവിടെ മുസ്ലിമീങ്ങൾ എത്തി, നിസ്ലാസൽമാ തങ്ങൾ എത്തി. അങ്ങനെ അവിടെ എത്തിക്കുമ്പോൾ അബൂ സുഫിയാൻ്റെ സൈന്യം പോയിട്ടുണ്ട്, രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അലി പറയുന്നുണ്ട് അമ്മാർ ഇബ്നു യാസിറിനോട്, നമുക്ക് ഇവിടെ ഒരു വിഭാഗം കൃഷി നടത്തുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ ബനു മുദലജ് ഗോത്രക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ബനു മുദലജ് ഗോത്രക്കാർ അവിടെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാണ്. അവിടെ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഉഷൈറ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഭയങ്കര ഫലഭൂയിഷ്ടാണ്. ധാരാളം അരുവികളും ജലസ്രോതസ്സുകളുള്ള സ്ഥലമാണ്. എത്രയോ ജലസ്രോതസ്സുകൾ അന്നേ അറിയപ്പെട്ട സ്ഥലമാണ്. ഏതായാലും ആ സ്ഥലത്ത് ഇവർ കൃഷി ഇറക്കുന്ന അവിടുത്തെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് പോയി അലിയും അമ്മാറും. അങ്ങനെ ആ ബനു മുദലജ് ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിൽ മണ്ണ് കടന്നിട്ട് രണ്ടാളും അവരുടെ ജോലി കണ്ട് അവർ കിടന്നുറങ്ങി. പിന്നെ നിസ്ലാസൽമാ തങ്ങൾ ഇവരെ തിരക്കി ചെന്ന് നോക്കുമ്പോൾ മണ്ണിൽ ഉറങ്ങുകയാണ്. അപ്പോൾ നിസ്ലാസൽമാ തങ്ങൾ അലിയാരെ വിളിക്കേണ്ടി യാ അബാ തുറാബ്, യാ അബാ തുറാബ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടുന്ന് റസൂൽ അലി ഉണർന്നപ്പോഴാണ് നിസ്ലാസൽമാ തങ്ങൾ പറയുന്നത് അഷ്കൽ ആഖിരീൻ, പിൽക്കാലക്കാരിലെ ഏറ്റവും ഭാഗ്യം കെട്ടവർ 2 പേരാണ്. ഒന്ന് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ ഒട്ടകത്തെ കൊന്ന വ്യക്തിയും, 2 അങ്ങയുടെ അലിയാരെ ചൂണ്ടിയിട്ട് പറയുന്ന അങ്ങയുടെ നെറുകയിൽ വെട്ടിയിട്ട് അങ്ങയുടെ താടിയിലൂടെ രക്തമൊലിപ്പിക്കുന്ന വ്യക്തിയും എന്ന് പറയുന്നുണ്ട്. അലിയാരോട് അവിടെ വെച്ച് പറയുന്നുണ്ട്. അവിടെ വിളിച്ചത് യാ അബാ തുറാബ് എന്നാണ്. എന്തിനാ ഈ അബാ തുറാബ് വിളിച്ചത്? അത് അലിയാരുടെ യഥാർത്ഥ ഓമന പേരല്ല, പിന്നെ നിസ്ലാസൽമാ തങ്ങൾ ഈ പ്രത്യേക സന്ദർഭത്തിൽ വിളിച്ചത്. അത് ആണ് ഈ ഓമനത്വം തുളുമ്പിയുള്ള വിളിയാണ്. അങ്ങനെയുള്ള വിളിയാണ് യാ അയ്യുഹൽ മുസമ്മിലും അതേപോലെ യാ അയ്യുഹൽ മുദ്ദസ്സിറും എന്നുള്ളത്. ഇത് മുആതബത്തിന് വേണ്ടിയല്ല. നിസ്ലാസൽമാ തങ്ങൾ ഇങ്ങനെ ദഅവത്ത് നടത്താതെ ഇങ്ങനെ മൂടി പതിച്ച് കടന്നപ്പോൾ യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന്
നിസ്ലാസ്ലമാ തങ്ങൾ ആക്ഷേപിച്ച് വിളിച്ചതല്ല. അതേപോലെ നിസ്കരിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നപ്പോൾ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്നങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ആക്ഷേപിച്ച് വിളിച്ചതല്ല. പിന്നെയോ ഇതൊരു ഓമനത്തത്തിൻ്റെ വിളിയാണ് എന്ന് ഈ വിളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ യാ അയ്യുഹൻ നബി യാ അയ്യുഹർ റസൂൽ എന്നുള്ള വിളികളൊക്കെ ഇതേപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരപൂർവ്വം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം എന്ന നിലക്കുള്ള വിളിയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹമ്മദ് എന്നും അഹമ്മദ് എന്നും പരിചയപ്പെടുത്തുകയല്ലാതെ മുഹമ്മദേ അഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരിക്കലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിളിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്നാണ് അതിൽ പറയുന്നത്. ഇവിടെ യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. യാ അയ്യുഹൻ നബി, ഇവിടെ അന്നബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നബിയാണ് വിളിക്കുന്നത്. യാ അയ്യുഹൻ നബി, നബിയെ എന്നുള്ളത്. ഇത്തഖില്ല, ഇത്തഖില്ല അള്ളാഹുവിൽ തഖ്വയുള്ളവനാവുക. ഇത്തഖില്ല അള്ളാഹുവിൽ തഖ്വയുള്ളവനാവുക. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, കാഫിറുകളെയും മുനാഫിഖുകളെയും അനുസരിക്കരുത്. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമും ഹക്കീമാകുന്നു തീർച്ച. ഇവിടെ ഈ ആയത്ത് ഇറങ്ങാനുള്ളൊരു അവതരണ പശ്ചാത്തലം അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ആയത്തിനെ പഠിക്കാൻ. മദീനയിലേക്ക് ചില മുശ്രിക്കുകൾ വന്നു. എന്നിട്ട് അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ മദീനയിലേക്ക് വരുമ്പോൾ, മുശ്രിക്കുകൾ മദീനയിലേക്ക് വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അമാൻ നൽകണം, അഭയം നൽകണം. മുശ്രിക്കുകൾ വരുന്ന ഇവിടുന്ന് മക്കത്തു നിന്നാണ്. അങ്ങനെ അവർ മദീനയിൽ വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ അഭയം വാങ്ങിയിട്ട് പിന്നെ അവർ കപടവിശ്വാസികളുടെ അടുക്കൽ ചെന്ന്, അങ്ങനെ കപടവിശ്വാസികളെയും കൂട്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്ന് അവരുടെ ചില കാര്യങ്ങൾ, ആവശ്യങ്ങൾ ഉന്നയിച്ച്. അപ്പോൾ ഇവിടെ കൂടെ ആരൊക്കെ ഉണ്ട്? ഇപ്പോൾ മുശ്രിക്കുകളുണ്ട്, പിന്നെ കപടവിശ്വാസികളുണ്ട്. ഇതെപ്പോഴാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലായിരിക്കെ. ഈ വന്ന മുശ്രിക്കുകൾ ആരാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസികളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തുരത്തിയവരാണ്. പിന്നെ മദീനയിലുള്ള മുനാഫിക്കുകൾ, മദീനയിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുരത്താൻ തുരപ്പമണി എടുക്കുന്ന ആളുകളാണ് മുനാഫിക്കുകൾ. അവരെടുത്ത് വന്നിട്ട് പിന്നെ അവരെയും കൂട്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് തീർത്തും അസ്വീകാര്യമായ കാര്യങ്ങളാണ്, തീർത്തും അസ്വീകാര്യമായ കാര്യങ്ങളാണ്. ആ വിഷയത്തിലാണ് യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. കാഫിരീൻ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് വന്ന ആ മുശ്രിക്കുകളാണ്. മുനാഫിഖീൻ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള കപടന്മാരാണ്. അവരനുസരിച്ച് പോകരുത്, ഇത്തഖില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതതിൻ്റെ ഒരു ആകത്തു കേട്ടോ. ഇതിൻ്റെ ഒരു വിശദീകരണം പിന്നെ ചില തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. അൽ വാഹിദിയെ പോലുള്ളവർ പിന്നെ ഈ വിശുദ്ധ ഖുർആൻ്റെ അവതരണ പശ്ചാത്തലങ്ങളെ പുരസ്കരിച്ച് രചന നടത്തിയ പണ്ഡിതന്മാരാണ്. അവരത് കൊടുത്തിട്ടുണ്ട്. വന്ന മുശ്രിക്കുകൾ ഒന്ന് അബൂ സുഫിയാൻ ഇബ്നു ഹർബാണ്, അബൂ സുഫിയാൻ. രണ്ട് ഇക്രിമ ഇബ്നു അബീ ജഹലാണ്. മൂന്നാമത്തേത് അബുൽ അവർ സുഫിയാൻ ഇബ്നു അംർ അസ്സുലമിയാണ്. 3 പേർ മുശ്രിക്കുകൾ വന്നത്. ഉഹദ് യുദ്ധത്തെ തുടർന്നാണ് വരുന്നത്. ഉഹദ് യുദ്ധത്തിൽ ആരാ ശത്രുപക്ഷത്തെ നേതാക്കൾ? അബൂ സുഫിയാൻ. പിന്നെ ഒരാളാരാ? ഇക്രിമയാണ്, ഇക്രിമ ഇബ്നു അബീ ജഹൽ. ഞാൻ അഹ്സാബ് യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ പിന്നെ അഹ്സാബിൽ ഒരു വിഭാഗത്തെ എണ്ണിയിരുന്നു, ബനു സുലൈം ഗോത്രം. ഈ ബനു സുലൈം അബൂ സുഫിയാനോട് ഒട്ടിയിട്ട് വന്ന ആളല്ല. ബനു സുലൈം ഖത്തഫാനികളാണ്. ഈ ബനു സുലൈമിൻ്റെ നേതാവായിരുന്നു ഒന്ന് സുഫിയാൻ ഇബ്നു അംർ അബുൽ അവർ സുലമി. ഇയാളും കൂടിയാണ് വരുന്നത്. ഉഹദിനെ തുടർന്ന് ഇവർ മദീനയിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ധൈര്യം നോക്കി. എന്താണ് അവർ ഉഹദിൽ ചെയ്തത്? എങ്ങനെ ദ്രോഹിച്ചു മുസ്ലിമീങ്ങൾ? എത്ര പേര് അവർ വധിച്ചു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര പരിക്കേൽപ്പിച്ചു? അപ്പോൾ അവരുടെ ആ ഒരു തൊലിക്കട്ടി. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കറിയാം നബിയോടൊരു അഭയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിലങ്ങൂല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാനും ഇക്രിമയും ഈ അബുൽ അവറും വന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അമാൻ ചോദിച്ചു. അമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ മദീനയിലേക്ക് അവർ വന്നിട്ട്, അവർ വിസിറ്റിങ്ങിന് വന്നിട്ട് അവിടെ നിൽക്കാനുള്ള, താമസിക്കാനുള്ള ഒരു അഭയം
നബിസ്വല്ലല്ലാഹു തങ്ങൾ അഭയം കൊടുത്തില്ല എങ്കിൽ മുസ്ലിമീങ്ങൾ അവരെ വെച്ചേക്കില്ല. കാരണം ഈ മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഉഹദിൽ 70 പേരെ അവരെന്ത് ചെയ്തത് കഥ കഴിച്ചിട്ടുള്ളത്. പിന്നെ മാത്രമല്ല മുസ്ലിമീങ്ങളെ പിന്നെ മക്കയിൽ നിന്ന് തുരത്തിയവരല്ലേ ഇവർ. തുരുത്തിയതിന് ശേഷം ഈ യുദ്ധമൊക്കെ ഉണ്ടാകണം. എങ്ങനെ യുദ്ധം ഉണ്ടാകുന്നത്? മുസ്ലിമീങ്ങൾ തുരത്തിയതിന് ശേഷം ശേഷിക്കുന്ന അവിടെയുള്ള വിശ്വാസികളെ ഇവർ പീഡിപ്പിച്ചു. ഈ ഹിജറ പോകുന്ന മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ അവർ കണ്ടുകെട്ടി. താമസ സ്ഥലങ്ങളും വീടുകളും അവരെന്ത് ചെയ്തു? ഏറ്റെടുത്ത്. മനസ്സിലായി? അപ്പം അങ്ങനെയൊക്കെ ദ്രോഹം ചെയ്ത ആളുകളാണ്. അവരാണ് വരുന്നത് അഭയം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അഭയം നൽകി. ഇവരെ അഭയം കിട്ടിയതിന് ശേഷം ഇവർ പിന്നെ താമസിക്കുന്നത് എവിടെയാണ്? കപട വിശ്വാസികളുടെ അടുക്കലാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് കുറേ ഉപമകളുണ്ട് മലയാളത്തിൽ. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു, അതേപോലെ അബുൽ ആവർ ഇസ്ലാം സ്വീകരിച്ചു, ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചു പിൽക്കാലത്ത്. ഏതായാലും ഇവർ മദീനയിൽ വന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ അടുക്കൽ താമസിച്ചു. എന്നിട്ട് പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെയും പിന്നെ ജിദ് ബിനു ഖൈസ്, അദ്ദേഹം ഒരു കപടനായിരുന്നു. അതേപോലെ തുഅമ ഇബ്നു ഉബൈരിഖ്, ഇങ്ങനെ ചില ആളുകൾ, അവരൊക്കെ കപട വിശ്വാസികളായിട്ട് അറിയപ്പെട്ടവരാണ്. അതിൽ ജിദ് ബിനു ഖൈസിന് പിന്നീട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് കേൾക്കാം. ഏതായാലും ഈ കപട വിശ്വാസികളെയും കൂട്ടിയിട്ട് മുശ്രിക്കുകൾ പിന്നെ ഇവിടെ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയുന്നത് എന്താ അറിയോ? ഇനി മുശ്രിക്കുകളുടെ ആലിഹത്തിനെ പരാമർശിക്കരുത് എന്നാണ്. മുശ്രിക്കീങ്ങളുടെ ആലിഹത്തിനെ, ഇലാഹുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ചില നിവേദനങ്ങളിൽ ലാത്തയെയും ഉസ്സയെയും പറയരുത്, അവർക്ക് ഷഫാഅത്തുണ്ട് എന്നുള്ളത് പറയണം. അതാണ്. ആർക്ക്? ലാത്തക്കും ഉസ്സക്കും ഷഫാഅത്തുണ്ട് തന്നെ. എന്താ ലാത്തക്കും ഉസ്സക്കും ഷഫാഅത്ത്? എവിടെ ഷഫാഅത്ത്? അള്ളാൻ്റെ അടുക്കൽ. ലാത്തയും ഉസ്സയും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹിനോട് ശുപാർശ പറയും എന്നത് സമ്മതിക്കണം. ലാത്തയെയും ഉസ്സയെയും ഇനി എതിർത്ത് സംസാരിക്കരുത്. ഇതാണ് ഈ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യണത്? മുനാഫിക്കീങ്ങളെയും കൂട്ടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. ഖബരി പറയുന്നത് അതിൽ ഒരു വിഷയം എന്താണ്? സാധാരണ മക്കയിൽ പറയാറുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കുറേ ദുർബലരാണുള്ളത്. അവരെന്ത് ചെയ്യണം? അവരെ മാറ്റണം, ദൂരപ്പെടുത്തണം. താങ്കളുടെ കൂടെ എപ്പോഴും കുറേ ദുർബലരാണ്, അവരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരാം എന്നാണ് ഈ ഖുറൈശി കേമന്മാർ പറഞ്ഞു തരുന്നത്. നമ്മളതിലായത്തുകൾ വലാ തത്റുദില്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി എന്നൊക്കെ പറഞ്ഞില്ലേ? അള്ളാഹു ശക്തമായിട്ട് വിലക്കിയതാണ് അവരെ പിന്നെ ദൂരപ്പെടുത്തരുത് എന്നുള്ളത്. അതേപോലെ മുനാഫിക്കീങ്ങൾ പറഞ്ഞു, ഈ സാധുക്കളായ ആളുകൾ, നിങ്ങളുടെ കൂടെയുള്ള ദുർബലരായ ആളുകൾ, അവരുടെ മശൂറത്തുണ്ടല്ലോ, അവരുടെ അഭിപ്രായങ്ങൾ, കൂടിയാലോചന നടത്തുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അത് കേൾക്കരുത് എന്ന് മുനാഫിക്കുകളും പറഞ്ഞു. സാധുക്കളെ ദൂരപ്പെടുത്താൻ കാഫിറുകൾ പറഞ്ഞു. മുനാഫിക്കുകൾ പറഞ്ഞത് അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കരുത്, അഭിപ്രായം ഞങ്ങൾ തരും എന്നർത്ഥത്തിൽ. ഇതാണ് ഇതിൻ്റെ ഒരു വിശദരൂപം. ഈ ആയത്തിറക്കാനുള്ളതിൻ്റെ കാരണത്തിൻ്റെ വിശദരൂപം. ഇത് പല തഫ്സീറുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഇറങ്ങുന്നത്. എന്താ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൻ നബി, നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. ഓ നബിയെ, ഇത്തഖില്ല, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവനാകണം. അള്ളാഹുവിയാണ് ഭയക്കേണ്ടത്, അള്ളാഹുവിലാണ് ഭക്തി. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, ഈ കാഫിരീങ്ങളെ, ഈ മുനാഫിഖീങ്ങളെ എന്താ? വലാ തുതി, നിങ്ങൾ അനുസരിച്ചു പോകരുത്. മുനാഫിഖീങ്ങളിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അതിൽപ്പെട്ടതാണ് തുഅമ ഇബ്നു ഉബൈരിഖ്, അതിൽപ്പെട്ടതാണ് ഈ വന്ന കൂട്ടത്തിൽ ഒരാളുടെ പേര് വിട്ടു, മുഅത്തബ് അല്ലെങ്കിൽ മുഅത്തിബ് എന്ന് പറയുന്ന വ്യക്തി. പല തിരിച്ചറിഞ്ഞിട്ട്. പിന്നെ അള്ളാഹ്ക്ക് അറിയാലോ, പൊതുവെ അതിൻ്റെ ഒരു സൂക്ഷ്മ ലിസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഇമാം ഇബ്നു അസാക്കിർ താരീഖിൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ വന്നിട്ട് ചോദിക്കുകയാണ് ആരോട്? ഹുദൈഫയോടാണ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത് കപടന്മാരാര് എന്നുള്ളത്. അപ്പോൾ ഹുദൈഫയോട് ഇമ്രാൻ ചോദിക്കുകയാണ്, അൽ അന മിനൽ മുനാഫിഖീൻ, ഞാൻ മുനാഫിഖീങ്ങളിൽപ്പെട്ടവനാണോ എന്ന് ചോദിക്കുകയാണ് ഹുദൈഫയോട്. അപ്പോൾ ഹുദൈഫ പറയുന്നത് എന്താണെന്നറിയോ? ഹൽ തുസല്ലി ഇദാ ഖലൗത് വഹൽ തസ്തഗ്ഫിർ ഇദാ ദനബ്ത്, നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ നിസ്കരിക്കലുണ്ടോ? ആളില്ലാത്തയിടത്ത് നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ഹൽ തസ്തഗ്ഫിർ ഇദാ ദനബ്ത്,
തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇമ്രാൻ പറയാണ് ഞാൻ. അപ്പം ഹുദൈഫ പറയാണ് മാ ജഅലക അല്ലാഹു മുനാഫിക്കൻ, എങ്കിൽ അള്ളാഹു നിങ്ങളെ മുനാഫിക്കാക്കിയിട്ടില്ല. അതാണ് മാനദണ്ഡം. അതെല്ലാവരോടും മനസ്സിലായില്ലേ? എല്ലാവർക്കും ഉള്ള മാനദണ്ഡമാണ്. മുനാഫിക്കാണോ എന്നുള്ളതിന് തെളിവ് ആളൊഴിഞ്ഞെടുത്ത് നിസ്കാരം ഉണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലണ അവസ്ഥ ഉണ്ടോ, എങ്കിൽ അയാളായിട്ടല്ല, മുനാഫിക്കല്ല. ഇവിടെ ഈ തഖില്ല, അള്ളാഹുവിൽ തഖ്വ എന്താ നോക്കി നിങ്ങൾ. യാ അയ്യുഹൻ നബിയു ഇത്തഖില്ല എന്ന് പറയാണ്. നബിയെ ഇത്തഖില്ല, അള്ളാഹുവിൽ തഖ്വയുള്ളവനാകും എന്നാണ്. സൂക്ഷ്മ ജീവിതം നയിക്കാനും ഭക്തി പ്രകടിപ്പിക്കാനുമുള്ള വിഷയമല്ലേ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ തഅമല ബിതാഅത്തില്ല അലാ നൂരി മിൻ അല്ലാഹ് റജാഅ സവാബില്ല. അതാണ് അതിന് പറയപ്പെട്ട തഫ്സീറുകളിലൊന്ന്. അൻ തഅമല ബിതാഅത്തില്ല, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കലാണ്, വഴിപ്പെട്ട് പ്രവർത്തിക്കലാണ്. അലാ നൂരി മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള നൂറിനാൽ, നൂറ് കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം, ദീപ്തി. അത് വിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണ്. അതിനനുസരിച്ച് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കലാണ്. റജാ സവാബില്ല, അള്ളാഹിൻ്റെ കൂലി മോഹിച്ച്, അള്ളാഹിൻ്റെ കൂലി മോഹിച്ച്. അപ്പം അള്ളാഹിൻ്റെ കൂലി മോഹിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്താൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കലാണ് തഖ്വ. തീർന്നില്ല, പിന്നെ പറഞ്ഞത് അൻ തജ്തനിബ മഅസിയത്തല്ലാഹ് അലാ നൂരി മിനല്ലാഹ് മഖാഫത ഇഖാബില്ല എന്നാണ്. തെറ്റിനെ വെടിയലാണ്, തെറ്റിനെ ഒഴിവാക്കുക. അലാ നൂരി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള നൂറിനാൽ. ഖുർആൻ പറയുന്നതനുസരിച്ച്, വിശ്വാസ മതങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? തെറ്റ് തീരുമാനിക്കേണ്ടത്, തെറ്റിനെ വെടിയേണ്ടത്. അത് മഖാഫത്ത ആദാബിൽ, അള്ളാഹിൻ്റെ ശിക്ഷയെ പേടിച്ച്. മഖാഫത്ത ഇഖാബില്ലെങ്കിൽ മഖാഫത്ത ആദാബിൽ, അള്ളാഹിൻ്റെ ശിക്ഷയെ പേടിച്ച്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൂലി മോഹിച്ച് അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ച് അള്ളാഹു പറഞ്ഞതനുസരിച്ച് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതാണ് തഖ്വ. ഇത്തഖില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനാണ് പറയുന്നത്. നോക്കി നിങ്ങൾ, ഇവിടെ നബിയോട് പറയുക അയ്യുഹൻ നബിയ്യു ഇത്തഖില്ല. ഇന്ന് ആളുകളോട് ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കത് തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, എന്താ ഇത്തഖില്ല എന്ന് പറഞ്ഞെങ്കിൽ അഖദതുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി എന്നാണ്. ഇന്നോടാ പോനായി പറയുന്നതെന്നുള്ളതല്ലേ, കപട വിശ്വാസികളുടെ സ്വഭാവമായിട്ടല്ലേ പറഞ്ഞത്. ഇത്തഖില്ല എന്ന് പറഞ്ഞെങ്കിൽ നിഗളിക്കുന്ന, അഹങ്കരിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഇവിടെ നോക്കി നിങ്ങൾ, അപ്പോൾ ഈ അള്ളാഹുവിൽ തഖ്വയുള്ളവനാകുക എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതിന് മുമ്പിൽ, ആ കൽപ്പനയ്ക്ക് മുമ്പിൽ വിനയപ്പെടണം. ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യാ അയ്യുഹൻ നബി ആരാണ്? ഇമാമുൽ മുത്തഖീനാണ്, മുത്തഖീങ്ങളുടെ ഇമാമാണ്. അങ്ങനെയുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഇത്തഖില്ല എന്ന് പറഞ്ഞത്. സൂറത്ത് അൻഫാലിൻ്റെ തുടക്കത്തിൽ യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വർ-റസൂൽ ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും എന്നാണ്. അംഫാലിൻ്റെ വിഷയം, യുദ്ധാർജിത സ്വത്തിൻ്റെ വിഷയത്തിൽ ചോദിക്കുന്ന ബദരീങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ബദരീങ്ങൾ എത്ര സ്ഥാനമുള്ളവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അമലു മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും എന്നാണ്. നിങ്ങൾ എന്തും ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആദരണീയരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളോട് അള്ളാഹു പറയുന്നത് ഇത്തഖുല്ലാ, ബദരീങ്ങളെ അള്ളാഹുവിൽ തഖ്വയുള്ളവരായിക്കൊള്ളി, വഅസ്ലിഹു ദാത ബൈനിക്കും. നോക്കി നിങ്ങൾ, അത്ര മഹത്തുക്കളോടാണ് ഈ പറയുന്നത്. പക്ഷെ അവർക്കൊന്നും ഇല്ല. ഈ ഒരു വസിയ്യത്ത് കേൾക്കുമ്പോൾ ഒരു പ്രയാസമോ പ്രശ്നമല്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ഇങ്ങനത്തെ ഒരു വസിയ്യത്ത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു പ്രയാസമാണ്, അത് ഉൾക്കൊള്ളാനൊരു ഇടങ്ങേറാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ മര്യാദയ്ക്ക് പറയണം എന്നുള്ളതാണ്. ഇപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഒരാൾ ഇത്തഖില്ല പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? ഹുനൈൻ യുദ്ധത്തിൻ്റെ ഗനീമത്ത് സ്വത്ത് ഓരിയാക്കുമ്പോൾ യാ മുഹമ്മദ് ഇത്തഖില്ല മാ ഹാദിഹിൽ ഖിസ്മ എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് ഇത്തഖില്ല മാ ഹാദിഹിൽ ഖിസ്മ, ഇതെന്ത് ഓരിയാക്കലാണ്? അവിടെ വിളി യാ മുഹമ്മദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വരെ വിളിച്ചത് എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ചെയ്തിട്ടുണ്ട്, ലാ തജ്അലു ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദ. നിങ്ങളിൽ ചിലരെ വിളിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിക്കരുതേ എന്ന് അള്ളാഹു വിലക്കിയതാണ്. അതേപോലെ
അതുപോലെ ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ലാ തർഫഉ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. നിസ്ലാസ്ലമാതങ്ങളുടെ ശബ്ദത്തേക്കാൾ മികച്ച് നിങ്ങളുടെ ശബ്ദം വരരുത് എന്ന് അള്ളാഹു പറയാണ്. അത് പറയാൻ കാരണം എന്താ? ചിലർ വന്നിട്ട് മദീനയിൽ വന്നു, ഗ്രാമീണതയിൽ നിന്ന് തമീമികളാണ് വന്നത്. എന്നിട്ട് നിസ്ലാസ്ലമാ തങ്ങളുടെ വീടിനരികിലെത്തിയിട്ട് അവർ യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ നിസ്ലാസ്ലമാ തങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കാണ്. അവിടെയുള്ള ആളുകളുടെ ശീലം എന്താ? നിസ്ലാസ്ലമാ തങ്ങളെ അവരെങ്ങനെ വിളിച്ചിരുന്നത്? വളരെ ആദരപൂർവ്വം വിളിച്ചിരുന്നത്. യാ മുഹമ്മദ് എന്ന് അവർക്ക് പരിചയമല്ല, നിസ്ലാസ്ലമാ തങ്ങളുടെ പേരങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇവർ വന്നിട്ട് വിളിക്കുന്നത് യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്നാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. അതേപോലെ തന്നെ നിങ്ങൾ അന്യോന്യം വിളിക്കുന്നത് പോലെ നിങ്ങൾ നിസ്ലാസ്ലമാ തങ്ങളെ വിളിക്കരുത് എന്നൊക്കെ വിലക്കിയത് തന്നെ ആ വിഷയത്തിലാണ്. ഏതായാലും ഇതാണ് ഈ സാഹചര്യം. അപ്പോഴാണ് ഒരാൾ യാ മുഹമ്മദ് ഇത്തഖില്ല എന്ന് പറയുന്നത്. മാ ഹദീഹിൽ ഖിസ്മ, ഇതെന്തോ ഒരിയക്കലാണെന്ന് പറയുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ആ വിളിയോട് ചൊടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇല്ലം ആദിൽ ഫമയ്യ ആദിൽ, ഞാൻ നീതി പാലിച്ചിട്ടില്ല എങ്കിൽ ആര് നീതി പാലിക്കും എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇത്തഖില്ല എന്നുള്ളതിൻ്റെ അല്ല പറഞ്ഞത്. എന്താ ആ ശൈലി? എന്താ? അതേപോലെയാണ് പലരും എന്ത് ചെയ്യുക, എന്ന് ഇത്തഖില്ല പറയുക. അതുകൊണ്ടാണ് ആളുകൾ ഒരു അളവ് വരെ ചൊടിക്കുന്നത്. നമ്മൾ ഈ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആരോട് എങ്ങനെ ഏത് രീതിയിൽ നിന്നുള്ളതുണ്ടല്ലോ, ചിലർക്ക് അതുണ്ടാവില്ല. ഇപ്പോൾ ഒരു ചിലപ്പം മിമ്പർമറിഞ്ഞിറങ്ങിയ ഖത്തീബിനോട് കാരണം തക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയൽ. ചിലത് ആൾക്കൂട്ടത്തിൽ അവഹേളിക്കുമ്പോൾ ഇതായിരിക്കും തക്കില്ല പറയൽ അല്ലേ. അപ്പോൾ തിരിച്ചു മൂത്ത കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊള്ളല്ലാതെ നിർവാഹമല്ല. അതേസമയം അതില്ലാതെ നസീഹത്ത് ഉദ്ദേശിച്ചിട്ട് ഒരാൾ പറയുമ്പോൾ അതിന് മുമ്പിൽ ഒരാൾ നിഗളിക്കുക എന്നുള്ളത് പാടുള്ളതല്ല എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന ഈ പ്രയോഗം. യാ അയ്യുഹൻ നബിയ്യു തഖില്ലാ വലാ തുതഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. ഇന്നല്ലാഹ് ഇവിടെ തീർച്ചയായും അള്ളാഹു ഇന്ന എന്നുള്ളത് തഅലീലിന് കൂടിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കാന അലീമൻ ഹക്കീമ. അള്ളാഹു അലീമാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഹക്കീമാണ്, യുക്തിജ്ഞനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തുടയവനാണ്. അതുകൊണ്ട് തന്നെ ഈ വന്ന ആളുകൾ അവരുടെ ഉദ്ദേശവും കാര്യമൊക്കെ അലീമായ ഹക്കീമായ അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൽ തഖ്വയുള്ളവരാവുക. മനുഷ്യന്മാരെ അവർക്ക് വഴിപ്പെട്ടു പോകരുത്, അനുസരിച്ച് പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട് വിലക്കുകയാണ് ഈ തുടക്കത്തിൽ. ചില മസാലകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ തുടക്കത്തിൽ അടുത്ത ആഴ്ച പറയാം. ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.